എൻ്റെ ബറാത്ത് നോമ്പിൻ്റെ വിശേഷങ്ങളും അതുപോലെ തന്നെ തലേന്നത്തെ വൈകുന്നേരത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തലേ ദിവസം ഞാൻ ഉച്ചയ്ക്ക് ശേഷം അങ്ങനെയാണ് കേട്ടോ പണിക്ക് ഇറങ്ങിയത്. നമുക്ക് എന്തെങ്കിലും ഒരു മധുരമൊക്കെ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഇവിടെ പായസമൊന്നും വെച്ചാൽ ആരും കുടിക്കില്ല കേട്ടോ. ഭയങ്കര മടിയാണ് എല്ലാവർക്കും പായസം കുടിക്കാൻ. എന്ത് പായസം ആയിക്കോട്ടെ ഒന്നും കുടിക്കില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് പഴം കൊണ്ട് ഒരു കേക്ക് ഉണ്ടാക്കാമെന്ന് കേട്ടോ. അപ്പോൾ എളുപ്പമാണ്. ഇതിപ്പോൾ ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ആക്കി കേട്ടോ ഈ ഒരു പഴത്തിൻ്റെ റെസിപ്പി എന്താണെന്ന്. അപ്പോൾ കാണാത്തവരുണ്ട് ഒന്ന് പോയി കാണണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോക്ക് സപ്പോർട്ട് തീരെ കുറവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോൻ്റെ കണ്ട് കമൻ്റ് ഇടുന്ന ആൾക്കാരെ വീഡിയോ ഞാൻ കാണും കേട്ടോ. കണ്ടിട്ട് ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും ഒന്ന് കാണും കേട്ടോ. അപ്പോൾ എനിക്ക് മോണിറ്റൈസ് ആകാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ആയാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങളെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പെട്ടെന്നൊന്ന് ആക്കിയെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ഒരു വീഡിയോ എങ്കിലും എനിക്ക് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് മോണിറ്റൈസ് ആക്കി എടുക്കാൻ പറ്റും. അതിനെക്കൊണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ കാണുന്നവരൊന്ന് മുഴുവനായിട്ടൊന്ന് കണ്ടാൽ മാത്രം മതി. എന്നിട്ടൊന്ന് ലൈക്ക് അടിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ. എന്നാൽ എനിക്ക് മോണിറ്റൈസ് ചെയ്യാം. അപ്പോൾ ഞാൻ പഴത്തിൻ്റെ അകത്തേക്ക് നല്ല നെയ്യ് ഒഴിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു സംഭവമൊക്കെ ഉണ്ടാക്കി. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഏത് വീഡിയോ ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ ഒന്ന് കമൻ്റായിട്ടൊന്ന് അറിയിക്കണേ. ഞാൻ മീനിൻ്റെ വീഡിയോ ഇടലുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ ഡേ ഇൻ മൈ ലൈഫും വ്ളോഗൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ ഒന്ന് കമൻ്റായിട്ടൊന്ന് താഴെ അറിയിക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. നിങ്ങൾക്ക് എന്താ ബോറായിട്ട് തോന്നുന്നത് അതും കൂടി ഒന്ന് ഈ വീഡിയോൻ്റെ അകത്ത് കമൻ്റായിട്ടൊന്ന് അറിയിക്കണം. എന്നാലാണ് എനിക്ക് അതിനുള്ള മാറ്റങ്ങളൊക്കെ ഒന്ന് വരുത്താൻ കഴിയും കേട്ടോ. പിന്നെ മീൻ മുറിക്കുന്നതിനാണ് എനിക്ക് വ്യൂ കൂടുതൽ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആ മീൻ മുറിക്കുന്നത് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് വൈറ്റ് സ്റ്റുഡിയോയിലൊക്കെ പോയി നോക്കിയാൽ മനസ്സിലാവും ഏതാണ് കാണാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് ഒക്കെ മനസ്സിലാവും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടയിൽ കൂടിയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ മീൻ എല്ലാ സമയത്തും നമുക്ക് കിട്ടിയെന്നൊന്നും വരികയില്ലല്ലോ. അപ്പോൾ കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ട് ഇടാൻ ശ്രമിക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഓരോന്ന് പറഞ്ഞ് ഞാൻ വേറോരോ വൈക്കായി പോയി കേട്ടോ. അപ്പോൾ ഞാൻ തലേന്ന് നമുക്ക് കേക്കായിരുന്നു പറഞ്ഞല്ലോ, പഴം കേക്ക്. പിന്നെ അതൊക്കെ കഴിച്ച് പിറ്റേന്നത്തെ വീഡിയോ ആണ് ഇട്ടത്. പിറ്റേന്ന് ഉച്ചയ്ക്ക് ശേഷം എൻ്റെ വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ. നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഇവിടെ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല എൻ്റെ ഉമ്മ ഇപ്പം മാത്രമാണെന്നുള്ളൂ ഇവിടെ. അപ്പോൾ ഒരു ബറാത്തിൻ്റെ നോമ്പ് അവിടെ നിന്ന് തുറക്കാമെന്നൊക്കെ വിചാരിച്ച്. അപ്പം മക്രോണി ഉണ്ട്, ഉമ്മ മക്രോണി ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ചിക്കൻ വാങ്ങിയിരുന്നു കേട്ടോ. ചിക്കനും മക്രോണിയും വെച്ചിട്ടൊരു ഐറ്റം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. പെട്ടെന്ന് എളുപ്പമാണ് അത് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ചിക്കൻ ഒന്ന് നല്ലോണം കഴുകി വൃത്തിയാക്കിന് കേട്ടോ. പിന്നെ മക്രോണി അത് മോളാണ് കേട്ടോ വീഡിയോ എടുത്തിരുന്നത്. അതാണ് അങ്ങനെ തിരിഞ്ഞും മറിഞ്ഞൊക്കെ കളിക്കുന്നത്. അപ്പോൾ അല്ലാണ്ട് ഞാൻ ട്രൈപ്പോഡ് വെച്ചിട്ട് എടുക്കലായിരുന്നു. ട്രൈപ്പോഡ് ഇങ്ങോട്ട് എടുത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഫോണോളം കൈമിലാണ്. അപ്പോൾ മക്രോണി ഞാൻ കഴുകിയിട്ട് വേവിക്കാൻ വെക്കുന്നുണ്ട്. ചിക്കൻ ഇനിയിപ്പോൾ ഒന്ന് പൊരിച്ചെടുക്കണം കേട്ടോ. ഉഴുന്ന് വട 5-6 വാങ്ങിയിരുന്നു. അപ്പോൾ അതും പിന്നെ അതുപോലെ തന്നെ മക്രോണിയും അതുപോലെ തന്നെ പഴം പൊരിച്ചും ആക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ. അതും ആണ്. ബിരിയാണി നമ്മൾ വെക്കുന്നില്ല. ബിരിയാണി ഉപ്പ കൊണ്ടുവരുന്നായിരുന്നു. ഉപ്പാക്ക് കാറ്ററിങ്ങിൻ്റെ ചെറിയൊരു പണിയുണ്ട് കേട്ടോ. കാറ്ററിംഗ് ആയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവരാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതാ ഉഴുന്ന് വട ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഉള്ളി മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ മക്രോണി വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് വെന്ത് വരട്ടെ. ഇനിയിപ്പോൾ അതാ വെന്ത് വരുന്ന നേരം കൊണ്ട് അടുപ്പ് കത്തിക്കാൻ പോകാമെന്ന് കേട്ടോ. അടുപ്പിലാണ് ഞാൻ ചിക്കൻ പൊരിച്ചെടുക്കുന്നത്. മക്രോണിൻ്റെ അകത്തേക്ക് രേശം ഓയിൽ ഒഴിച്ച് കൊടുത്തതാണ് കേട്ടത്. അത് ഒട്ടിപ്പിടിക്കാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ ഇടയിലൊക്കെ, അല്ലാണ്ട് ഒട്ടിപ്പിടിക്കും നല്ലോണം. അപ്പോൾ ഇതൊന്ന് വെന്ത് വന്നിട്ടൊന്ന് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പൊടി ഉമ്മ പൊടിപ്പിച്ചിട്ടുണ്ടോയെന്നാണ് കേട്ടോ. പൊടിയല്ല, അരി പൊടിച്ചിട്ടുണ്ടാവുന്നതാണ്. അപ്പോൾ അതൊരു പാക്കറ്റിലാക്കി വെക്കുകയാണ് കേട്ടോ. പാത്രത്തിലേക്കാക്കി മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഉള്ളി അവിടെ അരിയുന്നുണ്ട്. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ഉലുവയും അതുപോലെ തന്നെ കടുക്, നല്ല ജീരകം ഇതൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ. നോമ്പിൻ്റെ മുമ്പ് മൂപ്പത്തി അധികം മല്ലി, മുളക് എല്ലാം ഉണക്കിയിട്ട് പൊടിച്ച് വെക്കും കേട്ടോ. ചിക്കന് അടുപ്പ് പൊരിക്കാൻ വേണ്ടിയിട്ട് അടുപ്പ് കത്തിച്ചെടുക്കാന്ന്.
അപ്പോൾ ചിക്കൻ പൊരിച്ചതും അതുപോലെ തന്നെ മക്രോണീൻ്റെ ഒക്കെ ഇതിൽ തന്നെ ആക്കിയെടുക്കാന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ വിറക് തീ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കഴിയും കേട്ടോ ഓരോന്ന് ആക്കിയെടുക്കാൻ. ചിക്കൻ്റെ അകത്തേക്ക് വെറും മഞ്ഞളും മുളകല്ല കുരുമുളകും മഞ്ഞളും ഉപ്പും ചേർത്തിട്ട് നല്ലോണം പൊരിച്ചെടുക്കാന്ന് ചെയ്യുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും മക്രോണിയിലേക്ക്. ചുവന്ന മുളക് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഓരോന്ന് ഒഴിഞ്ഞ പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഉള്ളി ഒന്ന് താളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ പൊരിച്ചെടുത്തിട്ടുണ്ട്, ഉള്ളി താളിച്ചെടുക്കുകയാണ്. ഉള്ളി ഒന്ന് ചുവന്ന് വന്നാൽ നമ്മൾ ഈ അരിഞ്ഞ് വെച്ച തക്കാളിയും അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയിട്ട് പിന്നെ ഈ ഒരു ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാൻ കേട്ടോ. അപ്പോൾ മോള് കറിവേപ്പില പറിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ കറിവേപ്പില ഉണ്ട് ഇവിടെ, പക്ഷേ എല്ലാം ഇപ്പം പുഴു തിന്നിട്ടോ എന്തോ പ്രശ്നം വന്നിട്ട് കറിവേപ്പില എന്തോ നശിക്കുന്ന മാതിരി തോന്നുക കേട്ടോ. അതാ മൊത്തത്തിൽ കുറേ ഉണ്ട് കേട്ടോ. കണ്ട നിറച്ചിങ്ങനെ എന്താ ഈ വേരുമ പൊട്ടിയിട്ട് നിറഞ്ഞിങ്ങനെ കിടക്കും കേട്ടോ. പക്ഷെ എല്ലാത്തുമ്മേലും എന്തോ പുള്ളിക്കുത്തും കാര്യങ്ങളൊക്കെ വന്നിട്ടോ. എന്താണെന്നറിയില്ല. ഇതൊക്കെ മൊത്തം ഈ കണ്ട നിറച്ചുണ്ട് കേട്ടോ. ഇങ്ങനെ വേരുമ്മൽ ഇങ്ങനെ പൊട്ടി പൊട്ടി വരിക. അപ്പോൾ ചാമ്പൊക്കെ ഉണ്ടായതാണ്, ആദ്യമായിട്ട് ഉണ്ടായതാണ് കേട്ടോ. 2-3 അത് മുപ്പത്തേക്ക് ഒരു സമാധാനമില്ല കേട്ടോ. അതിൻ്റെ മുകളിൽ ഉണ്ടായിട്ട് ഇത് ഇടക്കിടക്ക് പോയിട്ട് ഇങ്ങനെ തട്ടി വെക്കുക. ഞാൻ അറിയല്ല കേട്ടോ വീഡിയോ എടുത്ത് വെച്ചത്. അപ്പോൾ ഇതാ നമ്മളെ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഞാൻ എല്ലാം മാളിയതിന് ശേഷം ഈ ഒരു ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മളെ മക്രോണിയിലെ വേവിച്ച് വെച്ച മക്രോണി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കും കേട്ടോ. എന്നിട്ട് ശേഷം മല്ലിച്ചപ്പും അതുപോലെ തന്നെ പുതിന ചപ്പും ശേഷം ഗരം മസാല ആവശ്യത്തിന് ഇത്തിരി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് വരട്ടിയെടുക്കും കേട്ടോ. എളുപ്പം കഴിയും കേട്ടോ ഇത്. ആ ഒരു കണലത്ത് കിടന്നിട്ട് അത് നല്ലോണം നായി കിട്ടുന്നുണ്ട്. ഇതാ പഴമൊക്കെ പൊരിച്ച് വെച്ചിട്ടുണ്ട്. ഏകദേശം ബാങ്ക് കൊടുക്കാനുള്ള ഒരു ടൈം ആയിട്ടുണ്ട് കേട്ടോ. പഴമൊക്കെ പൊരിച്ച് കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വിളമ്പി വെക്കാന്ന് കേട്ടോ. അപ്പോൾ ഓരോ പാത്രത്തിലേക്ക് കുറേശ്ശെ വിളമ്പി വെക്കാന്ന് ചെയ്യുന്നത്. പിന്നെ പഴം പൊരിച്ചൊക്കെ ഒരു പാത്രത്തിൽ തന്നെ ആക്കി വെക്കാൻ കേട്ടോ. പിന്നെ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ ചോറ് കൊണ്ടുവന്നിക്കിട്ടോ. അപ്പം ബാങ്ക് കൊടുത്ത് മാഷാ അല്ലാ നമ്മളെ നോമ്പ് തുറൻ്റെ സംഭവങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ബാങ്ക് കൊടുത്ത് തുറക്കാനിരുന്നേ. അപ്പോൾ നോമ്പൊക്കെ തുറന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ചോറ് കഴിക്കാനിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെയാണ് നമ്മൾ പാക്കിങ് കേട്ടോ. നമ്മളെ ചോറിൻ്റെ പാക്കിങ് നല്ല അടിപൊളിയാണ് കേട്ടോ. ഉപ്പാൻ്റെ ചോറ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആർക്കും വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ നമ്പർ തരാം. ഉപ്പാൻ്റെ നമ്പർ തന്നാൽ വിളിച്ചാൽ മതി കേട്ടോ. എത്ര വേണമെങ്കിലും വെച്ച് കൊടുക്കുമോ. വലിയ കല്യാണ പരിപാടിയൊക്കെ ചെയ്ത് കൊടുക്കുന്നത് അപ്പം. അപ്പോൾ അച്ചാറും തൈരും പാക്കാക്കിയിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അച്ചാർ. അപ്പോൾ എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുത്തിട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ബീട്രൂട്ടിൻ്റെ അച്ചാറായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായോല് എന്തായാലും ഒന്ന് ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.